കുറെ നേരമായാലും തുടങ്ങിയിട്ട് കഴിഞ്ഞില്ല ഇതുവരെ. ഇപ്പൊ കഴിയും മോളെ. ഓ കഴിഞ്ഞാ മതി. തുണി എടുത്ത് തുടച്ചൂടെ? കയ്യിലാക്കാൻ നിക്കണോ? വൃത്തിമെടുപ്പില്ലാതെ. അതിനെങ്ങനെ വൃത്തിമെടുപ്പും വേണ്ടേ? നിങ്ങൾ എന്റെ കൂട്ടുകാരികൾ ആ പോസ്റ്റ് ഓഫീസിലെ വുമൺ മുമ്പിലെല്ലാം വന്നപ്പോ ഈ കോലത്തിലല്ലേ അവരുടെയൊക്കെ ചെന്നത്. എനിക്ക് എന്തോരം നാണക്കേടുണ്ടായിരുന്നു നമുക്കറിയോ? മോളേക്ക് വേറെ മാക്സ് ഇല്ലല്ലോ. ഓ വേറെ മാക്സി ഇല്ല. ഉള്ളത് വൃത്തിയിലും വെടുപ്പിലിടുക എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്. അത് നിങ്ങൾക്കറിയോ? പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ മാക്സി ഇങ്ങനെ തരാൻ എടുത്തു തരാനായിട്ടേ നിങ്ങളുടെ കെട്ടിയോൻ ഇവിടെ സമ്പാദിച്ചു വെച്ചിട്ടില്ല. ചത്തു തൊലഞ്ഞിട്ടേ ഉള്ളൂ. ഉള്ള കടൊക്കെ എന്റെ കെട്ടിയോന്റെ മേത്ത് കിട്ടിട്ട്. നിങ്ങൾക്കത് അറിയില്ലേ? ഒന്നും പറയില്ല മോളെ. ഓ ഇല്ല. എന്നാ പിന്നെ എന്താ പറയുന്നത്? വേണ്ട. പിന്നെ ഇവിടുത്തെ വേലക്കാരെ നിൽക്കണം. നിന്നെ ഞാൻ എന്താ വിളിച്ചത്? പൂട്ട് പൂജിക്കടി. പൂട്ട് പൂജിക്കണം. എന്താ മോളെ ഇങ്ങനെയൊക്കെ സംസാരിക്കണേ? എന്റെ ചെലവിൽ നിന്നിട്ട് എന്റെ നേരത്തോട്ട് കേർത്ത് സംസാരിക്കുന്ന ആ ഏട്ടത്തി അമ്മയും അച്ഛനും അമ്മയൊക്കെ കൊണ്ട് പുറത്ത്. ഇത് എന്റെ വീടാ. ഇവിടുത്തെ ചെലവിൽ നോക്കണ്ടേ എന്റെ കെട്ടിയോനാ. അയാളെ എനിക്ക് കഴിക്കാൻ വേണ്ടി അവിടെ പലതും വാങ്ങണത്. അല്ലാണ്ട് നിനക്കല്ലടി. ഞങ്ങളോടൊരു സങ്കടക്കണ്ണീരും കേട്ടാല് ഞങ്ങളെല്ലാം ഒഴുക്കോലെ പണി എടുക്കടി. എല്ലാം ചെയ്തോളാം മോളെ. ഇങ്ങനെ പറയല്ലേ. നേരെ 3 മണിയായി സമയം. അങ്ങോട്ടൊക്കെ ക്ലോക്കില് 3 മണിയായി. ഇവിടെ എന്തായത്? ചോറായോ? ചോറൊക്കെ ആയുണ്ട്. പിന്നെ കറിയോ? കറി തടുപ്പത്ത് വെച്ചിട്ട്. ഈ 3 മണിയായിട്ട് മനുഷ്യന് വിശക്കില്ലേ? മനുഷ്യന് വിശക്കില്ലേ? കറണ്ട് ഉണ്ടായിരുന്നില്ല. പിന്നെ എന്തേ അമ്മി? പിന്നെ എന്തിനാടി വരയ്ക്കാൻ വഴുകിയതാണ്. അയ്യോ മോള് സമാധാനപ്പെടും. ഇല്ല നിനക്ക് ഈ 3 നേരം ഇവിടെ ഇരുന്നിട്ട് മൃഷ്ടാനം വെട്ടി വിഴുങ്ങാനായിട്ടുള്ളത് എന്റെ കെട്ടിയോനായിട്ട് തരുന്നില്ലേ? പോരാത്തതിന് നിന്റെ ആ നശിച്ച കെട്ടിയോന് ഉണ്ടാക്കി വെച്ച കടവും ഞങ്ങള് പേരണം. ഇതൊക്കെ കൂടിയിട്ടേ ഇവിടെ നിൽക്കുമ്പോ പട്ടി പഴുക്കുന്ന പോലെ പഴുകടി. കേട്ടോടി? തുടക്കടി തുടക്കടി ചെയ്യാ. ഞാൻ പറഞ്ഞില്ല എന്നോട്. എന്നോട് തള്ളേ മിണ്ടാതിരുന്നോ? എന്റെ സ്വഭാവം ശരിക്കും അറിയില്ല നിനക്ക്. ഞാൻ അടിച്ചിട്ടില്ല. ഞാൻ എല്ലാം കൊള്ളാൻ തയ്യാറാണ്. എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കാനും തയ്യാറാണ്. കേൾക്കേണ്ടി വരും. കണ്ണി കണ്ട ആണുങ്ങളുടെ കൂടെ ഇറങ്ങി തിരിച്ചിട്ട് തന്തേന്നുള്ളയും ചതിച്ചിട്ട് ഇറങ്ങി പോണതല്ലേ. എന്നിട്ടോ 4-5 കൊല്ലാമത്തിനും കെട്ടിയോനും ചത്ത് മണ്ണായി. ഇപ്പൊ ആകുള്ളത് കുറച്ച് കട. പിന്നെ ഇപ്പൊ ഇവിടുത്തെ ആ വേലക്കാരെ നിക്കലേ നിവൃത്തിയുള്ളൂ. എല്ലാം ഞാൻ ചെയ്ത് എന്റെ കടക്കൊന്ന് വീട്ടിട്ട്. നിന്റെ കടം വീട്ടാനല്ലേടി എന്റെ കെട്ടിയോടെ പകലേറെ അധ്വാനിക്കണത്. അയാൾക്കൊരു പാവത്തിനെ കൈ പോയി. ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഈ പൊടിക്കകത്ത് കേട്ടില്ല. അവളോടൊരു പൂവണ്ണീര് നാശം പിടിച്ചോളൂ. എന്നീ കുടുംബത്തോട്ട് കയറിയോ അന്നത്തോട്ട് തുടങ്ങി പൂങ്കണ്ണീരും പ്രാക്കും. ഓളൊന്നും പോവോ? ഇല്ല, ഇതെന്റെ വീടാടി. ഓ ഞാൻ ചെയ്തു തരാ പറഞ്ഞില്ലേ. പോയിക്കോ.